ഫുള്ള് സൂര്യകാന്തിന്റെ ആ കറുപ്പ് സാധനം, ആ ഓയിലാക്കണം അല്ലേ? സീഡ് ഓയിലാക്കാനുള്ള സാധനമാണ്. റോഡിന്റെ ഒരു തട്ടം മുതൽ ഏകദേശം ഒരു തട്ടം വരെ ഫുള്ള് ദാർപ്പായി വിരിച്ചിട്ടിട്ട് ഇട്ട് വെക്കുന്നുണ്ട്. മറ്റല് കൂട്ടിട്ടായിരുന്നു നമ്മളെ ലേസ് പെറുക്കുന്ന തിരക്കിലോട്ടോ ബാഗിന്. ഇതിന്റെ അപ്പുറത്തൊക്കെ സൂര്യാനുണ്ട്, പക്ഷെ ഫുള്ള് വെട്ടിയെടുത്ത് കഴിഞ്ഞ് വെട്ടിയെടുത്തിട്ടുണ്ടോ. എന്താ അല്ലേ, എത്ര ദിവസത്തെ അധ്വാനിക്കുന്നു. ആ മൈസൂർ പോത്, മൈസൂർ ആ ബസ് വന്നു. സൺഫ്ലവർ ഇല്ലേ, സൺഫ്ലവർ ആ തൊട്ട് വയ്ക്കോ. അപ്പം എന്നാൽ ഇവരെ വീഡിയോ എടുത്ത് കൂടെ വേണ്ടി നമുക്ക് നല്ല നീങ്ങട്ടോ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ഫുള്ള് നമ്മളെ പഴയ നമ്മളെ ഐതിഹ്യങ്ങളൊക്കെ കേട്ടോ. പഴയ കാലത്ത് പുരാണ കാലത്ത് ഉണ്ടാക്കി വെച്ചതും ഒക്കെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടേക്ക് വെച്ചത്. അങ്ങനത്തെ ഒരു 3 അമ്പലം നമുക്കിന്ന് കവർ ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ നമ്മളില്ല തേരാക്കനമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മാത്രം പൂരി കേട്ടോ. നല്ല അടിപൊളി ദോശ കേട്ടോ, നല്ല രസം. നമ്മൾ മൈസൂരിലേക്ക് കയറാതെ ഗുണ്ടൽപേട്ടിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു വന്നു കേട്ടോ. ഗുണ്ടൽപേട്ടിൽ ഞങ്ങൾ വേറൊരു വഴിക്ക് കയറി തിരിഞ്ഞു പോയി. അങ്ങനെ തിരിഞ്ഞു വരാം. ചായ കുടിച്ചിട്ട് ബാക്കി പറഞ്ഞു. ഇവിടെ ചായ ഉണ്ടോ കേട്ടോ, ചെറിയ ഗ്ലാസ്, ഇത്രയുള്ള ഗ്ലാസ്സിനാണ്. നമ്മൾ മഹാരാഷ്ട്ര പോയപ്പോൾ കുടിച്ചതിൻ്റെ അത്ര തന്നെ. പായസമല്ല, കോഫി. ചൂടൊന്ന് തണഞ്ഞിട്ട് കുടിച്ചോട്ടോ. ചൂട് തണഞ്ഞിട്ട് വെച്ചിരും. ഭയങ്കര ചൂടാണ്, നമ്മളെ ചൂട് തണഞ്ഞിട്ട് വെച്ചിരും. കോഫി എങ്ങനെയുണ്ട്? ഗംഭീര കോഫി കേട്ടോ. അപ്പോൾ ചായ കുടിച്ച് ഇനി എത്ര ചോദിക്കട്ടോ. 2 നെയ് റോസ്റ്റ് ഒരു പൂരി.